നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഡിഫറെൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോകം തന്നെ മാറുന്നതിനുള്ള തെളിവാണ്. ലോകം മാറുന്നു, മാറാത്ത കുറേ സത്യങ്ങൾ. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കാര്യം, ഒരു നഷ്ടബോധമാണ് നമുക്ക് ജീവിതത്തിലുണ്ടാവുക. ആ നഷ്ടബോധം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത്, എൻ്റെ അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതായത് എൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായ ഒരു വ്യക്തിയാണ്. ഇനി കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമ്മ എന്നുള്ള ആ ഒരു വ്യക്തി നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് ആ നിമിഷത്തിലാണ്. എല്ലാ കാര്യത്തിലും എൻ്റെ കട്ടയ്ക്ക് നിന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ആ ഫൈറ്ററെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ എല്ലാ ആശകൾക്കും നിരാശകൾക്കും പിന്നിൽ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് ഏത് പൊതുവേദിയിലും വിളിച്ച് പറയാനുള്ള ആ ഗഡ്സ് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നഷ്ടബോധം എവിടെ നിന്ന് ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്തൊരു കാര്യമാണ് നഷ്ടബോധം അവിടെ. പക്ഷേ നഷ്ടങ്ങളൊന്നും നമ്മളെ തളർത്താനല്ല, നമ്മളെ വളർത്താനാണെന്ന് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. നിങ്ങളും അത് മനസ്സിലാക്കുക. പിന്നെ അടുത്ത നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സന്തോഷം. രണ്ടാമത്തെ ടോപ്പിക്കാണ് സന്തോഷം. സന്തോഷം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സന്തോഷങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ കുടുംബം എന്നുള്ളതാണ് സന്തോഷം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അവിടെ നിന്ന് പഠിച്ച ആ അർത്ഥമൂല്യമായ സന്മാർഗ പാഠങ്ങൾ നമ്മൾ മനസ്സിൽ കരുതി മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ ഒരു വിജയമാണ് ഉണ്ടാകുന്നത്. ഈ കുടുംബം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പലരും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. ഫ്രണ്ട്സ്, മറ്റുള്ളവരെല്ലാവരും വന്നു പോകും. അവരവരുടെ പാട്ട് പൂർത്തിയാക്കി അവർ പോകുന്നതായിരിക്കും. പക്ഷെ കുടുംബം എന്നുള്ള ആ വ്യാപ്തി, അർത്ഥം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് തരുന്ന ആ മോട്ടിവേഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ വേർപാട്, മൂന്നാമത്തെ പ്രതലമാണ് വേർപാട്. നമ്മളെല്ലാവരും ആൾക്കാരെ സ്നേഹിക്കാൻ പഠിക്കുന്നവരാണ്. സ്നേഹിക്കണം, നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ഓരോരോ നല്ല സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കൂ. അപ്പോൾ വേർപാട് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേർപാട് നമ്മൾ തളർത്തല്ല ചെയ്യുന്നത്. ആ വേർപാടിന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ നമുക്കവിടെ ഒരു ഒരു നല്ലൊരു നമുക്ക് ഫീൽ ചെയ്യും, നല്ലതായിട്ട് ഫീൽ ചെയ്യും. അത് ഉൾക്കൊണ്ട് പ്രതീക്ഷകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുക. അതാണ് നിങ്ങൾക്ക് മൂന്നാമത് തരുന്ന ഒരു മോട്ടിവേഷൻ. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയാണ് ട്വിസ്റ്റ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, റിയാലിറ്റി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരായെന്ന് ചോദിച്ചാൽ മതി. മായാലോകത്ത് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവർ മായാലോകത്താണ് ജീവിക്കുന്നത്. ആ മായാലോകത്ത് നിന്ന് അവർ തിരിച്ചു വരേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ആ മായാലോകത്ത്, ഫിക്ഷൻ ലോകത്ത് നിന്ന് അവർ ജ്ഞാനം മനസ്സിലാക്കി, അവരുടേതായ മൂല്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണെന്നാണ് ഞാൻ ഇതിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നത്. ആ ജ്ഞാനത്തെ തിരിച്ചറിയാൻ, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ തിരിച്ചറിയാനുള്ള ആ തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ള പാഠം പഠിക്കേണ്ടതാണ് ഓരോ വിദ്യാർത്ഥിയും, ഓരോ വ്യക്തിയും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇന്നത്തെ അർത്ഥവത്തായ നല്ലൊരു മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞു കൊടുത്ത കുറേ ആൾക്കാർ ഇന്ന് അവരുടെ ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി, അങ്ങനെയാണ് ഞാൻ മോട്ടിവേറ്റർ ആവാനുള്ള പ്രചോദനം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വ്യൂവേഴ്സിനെ കൂട്ടുക. ഓക്കെ, ഇനി കാണും. ഓക്കെ, ബൈ ബൈ.